ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന മലനിരകളും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് മലാവിയിലെവിടെയും. വിശാലമായ ചോളത്തോട്ടങ്ങളും പച്ചപുതച്ച മലനിരകളും നിറഞ്ഞ ഈ നാട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലിലോങ്വേയിൽ നിന്നും ബ്ലെൻഡേറിലേക്കുള്ള യാത്രയിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. ബ്ലെൻഡേറിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ ടോൾ ഗേറ്റ് ആണിത്. സാധാരണ ടോൾ ഗേറ്റുകളിൽ കാണുന്ന തിരക്കും ബഹളവും ഒന്നും ഇവിടെയില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ടോൾ കൊടുത്ത് യാത്ര തുടരാൻ സാധിക്കുന്നു. ചുറ്റും മരങ്ങളും ചെടികളും നിറഞ്ഞ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. മൊസംബിക്കും മലാവി രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും താഴ്വരകളും കാണാം. വളഞ്ഞു പുളഞ്ഞ വഴികളും തണുത്ത കാറ്റും യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടവും അതിൻ്റെ നടുവിലായി ആകാശമുട്ടെ തലയുയർത്തി നിൽക്കുന്ന പാറക്കെട്ടുകളും ശരിക്കും മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങളുടെ ഈ യാത്ര ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ റോഡിന്റെ ഇരുവശത്തും കന്നുകാലികളെ മേയ്ക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. റോഡരികിൽ മധുരക്കിഴങ്ങ് വിൽക്കുന്ന സ്ത്രീകളുടെ അടുത്ത് വണ്ടി നിർത്തി. ഇവിടെ മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും പല തട്ടുകളായി അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ്. ഗ്രാമീണ ജീവിതത്തിന്റെ നിറവും രുചിയും വിളിച്ചോതുന്ന കാഴ്ചകളാണിതൊക്കെ. അവിടെ നിന്ന് കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി കാണുന്നത് ഇവിടുത്തെ തിരക്കേറിയ ഒരു മാർക്കറ്റാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം ആളുകൾ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ചിലർ പച്ചക്കറികളും മറ്റും വിൽക്കാൻ വെച്ചിരിക്കുന്നു. മറ്റു ചിലർ പോകുന്ന വണ്ടിക്ക് നേരെ ക്യാരറ്റും സവാളയും ഒക്കെ ബഞ്ച് കണക്കെ പിടിച്ചു കാണിക്കുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങാനായി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും കാണാം. കുന്നിറങ്ങി വരുമ്പോൾ ദൂരെ ഒരു ഗ്രാമവും അതിലെ വീടുകളും കാണാൻ സാധിക്കും. പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന കാളവണ്ടിയും മറ്റുമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരിടം. വിളഞ്ഞു നിൽക്കുന്ന ചോളവും കുന്നിൻ ചെരുവിലൂടെ നീങ്ങുന്ന കാളവണ്ടികളും പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. യാത്രക്കിടയിൽ ഒന്ന് വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ കിപ്സ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നിന്ന് പിസ്സ വാങ്ങി. ഒന്ന് വെജും ഒന്ന് ചിക്കനുമായിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പേരയ്ക്കയും സീതപ്പഴവും ഒക്കെ വിൽക്കുന്ന ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ കൊട്ടയിൽ നിന്നും സീതപ്പഴം നല്ലത് നോക്കി എടുക്കുകയാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സീതപ്പഴവും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. ബ്ലെൻഡേറിലേക്കുള്ള യാത്രയിലെ രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആണിത്. ആദ്യത്തെ ടോൾ ഗേറ്റ് പോലെ തന്നെ വളരെ ശാന്തമായ ഒരിടമാണിത്. ഇനി കാണുന്നത് ആകാശത്തു നിന്ന് മഴ പെയ്യുന്നതാണ്. മലാവിയിൽ വന്നിട്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒന്നാണ് ഈ ഒരു കാഴ്ച. ആകാശത്തു നിന്ന് മഴ പെയ്യുന്നത് കാണാൻ വളരെ മനോഹരമാണ്. ആകാശത്തു നിന്ന് ഒരു വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഈ ഒരു കാഴ്ച എൻ്റെ ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. വീണ്ടും മലാവിയിലെ വിശേഷങ്ങളുമായിട്ടുള്ള പുതിയൊരു വീഡിയോയുമായി കാണാം.